നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ വോട്ടർമാരും, പ്രത്യേകിച്ച് BJP-ക്കാരല്ലാത്ത വോട്ടർമാർ, നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്നത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് കാസർഗോട്ട് ഇന്നലെ നടന്ന മോക്ക് പോളിൽ BJP-ക്ക് അനുകൂലമായിട്ട് ചില ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തിരിമറി നടത്തിയിരിക്കുന്നു. മോക്ക് പോളിൽ ഈ വിവരം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം സുപ്രീം കോടതിയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുമായിട്ട് ബന്ധപ്പെട്ട് 4-5 ഹർജികളിന്മേൽ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ വിവരം അദ്ദേഹം സുപ്രീം കോടതിയെ അറിയിച്ചത്. സുപ്രീം കോടതി ഇത് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുകയും അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് നമുക്കറിഞ്ഞുകൂടാ. എന്ത് തീരുമാനം തന്നെ എടുത്താലും ഇപ്പോൾ നിലവിലുള്ള സംവിധാനം അനുസരിച്ച് തന്നെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ BJP-ക്കാരല്ലാത്ത എല്ലാ വോട്ടർമാരും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യം, നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ബാലറ്റ് യൂണിറ്റിലാണ് നിങ്ങൾ വിരലമർത്തുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബാലറ്റ് യൂണിറ്റിൽ നിങ്ങൾ ആർക്കാണോ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം കൃത്യമായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം പല ബാലറ്റ് യൂണിറ്റുകളിലും സ്ഥാനാർത്ഥിമാരുടെ ചിഹ്നങ്ങൾ കൃത്യതയില്ലാതോ അല്ലെങ്കിൽ തെളിമയില്ലാതെയാണ് വരുന്നത്. അതുകൊണ്ട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് എന്ന പരാതിയുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ആർക്കാണോ നിങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ആ ബാലറ്റ് യൂണിറ്റിൽ കണ്ടെത്തുക. രണ്ടാമത്, നിങ്ങൾ ആ ചിഹ്നത്തിൽ വിരലമർത്തുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള VVPAT യന്ത്രത്തിലേക്ക് നോക്കണം. VVPAT യന്ത്രം എന്ന് പറയുന്നത് നമ്മൾ ആർക്കാണോ വോട്ട് ചെയ്യുന്നത് ആ വ്യക്തിക്ക് തന്നെ വോട്ട് പോയിട്ടുണ്ട് എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താനുള്ള ഒരു സംവിധാനമാണ്. നിങ്ങൾ ബാലറ്റ് യൂണിറ്റിൽ വിരലമർത്തുമ്പോൾ VVPAT-ൻ്റെ ഉള്ളിൽ ഒരു സ്ലിപ്പ് പ്രിന്റ് ചെയ്യപ്പെടും. ആ സ്ലിപ്പ് നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ കാണാൻ സാധിക്കും. ശ്രദ്ധിക്കണം, 7 സെക്കൻഡ് നേരത്തേക്ക് മാത്രമേ ഈ സ്ലിപ്പ് ഡിസ്പ്ലേയിൽ നിൽക്കുകയുള്ളൂ. 7 സെക്കൻഡിന് ശേഷം അത് അതിൻ്റെ അടിയിലുള്ള ഒരു പെട്ടിയിലേക്ക് തനിയെ വീഴും. അതുകൊണ്ട് നിങ്ങൾ VVPAT-ലേക്ക് നോക്കാതിരുന്നാലോ നോക്കാൻ താമസിച്ചാലോ ആർക്കാണ് വോട്ട് വീണത് എന്ന് ഉറപ്പാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ ഇത് ചെയ്തിരിക്കണം. അതായത് നിങ്ങൾ ബാലറ്റ് യൂണിറ്റിൽ വിരലമർത്തുന്ന സമയത്ത് തന്നെ VVPAT-ലേക്ക് നോക്കി നിങ്ങൾ ആർക്കാണോ വോട്ട് ചെയ്തത് അതേ സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെ VVPAT സ്ലിപ്പ് പ്രിന്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ ബൂത്ത് വിടാവൂ. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ചെയ്ത വോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കാതെ വന്നാൽ, അതായത് VVPAT സ്ലിപ്പ് പ്രിന്റ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത സ്ലിപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കാതെ വരികയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് തന്നെ ആരാണോ ആ ബൂത്തിൻ്റെ ഇൻചാർജ് ആ വ്യക്തിയെ വിളിച്ച് ഇക്കാര്യം പറയുകയും ആ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യപ്പെടുകയും വേണം. നിങ്ങളുടെ ആ പ്രശ്നം പരിഹരിച്ച ശേഷം മാത്രമേ അടുത്ത വ്യക്തി വോട്ട് ചെയ്യാവൂ. അത് നിങ്ങൾ ഉറപ്പാക്കണം. കാരണം നിങ്ങൾ ആർക്കാണോ വോട്ട് ചെയ്തത് അത് അയാൾക്ക് തന്നെ പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് VVPAT ഉള്ളത്. ആ VVPAT കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പരാതിപ്പെടാനും അത് പരിഹരിച്ചു തരാൻ അവരോട് ആവശ്യപ്പെടാനുമുള്ള പൂർണ്ണ അധികാരമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത വോട്ട് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്കല്ല മറ്റൊരു സ്ഥാനാർത്ഥിക്കാണ് പോയതെങ്കിലും ആ പ്രശ്നവും പരിഹരിക്കാതെ അടുത്ത വ്യക്തി വോട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് പോകുന്ന എല്ലാ വോട്ടർമാരും ഉറപ്പാക്കണം. നിങ്ങൾ ഒരു കാരണവശാലും ശരി ഇലക്ഷൻ ബൂത്തിലിരിക്കുന്ന ആൾക്കാരെ നിങ്ങളുടെ യജമാനന്മാരായിട്ടോ അവരെ ബൈക്കോ ചെയ്യേണ്ട കാര്യമില്ല. അവർ നിങ്ങളുടെ ദാസന്മാരാണ്, നിങ്ങളുടെ സെർവൻസ് ആണ്. പൊതുജനത്തിന് വേണ്ടിയാണ് അവരവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ഷൻ സുതാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതും നിങ്ങൾ ചെയ്ത വോട്ട് കൃത്യമായിട്ട് വീണിട്ടുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതും അവരുടെ കടമയാണ്, കർത്തവ്യമാണ്. അതുകൊണ്ട് എല്ലാ വോട്ടർമാരും ഇത് ഉറപ്പാക്കണം. നിങ്ങളിങ്ങനെ ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ അവിടെ EVM-ലൂടെ തിരിമറി നടന്നിട്ടുണ്ട് എന്ന ഒരു ആരോപണം വന്നാൽ കൃത്യമായിട്ട് വോട്ട് കണ്ടുപിടിക്കാനുള്ള അടുത്ത ഏക പോംവഴി എന്ന് പറയുന്നത് മുഴുവൻ VVPAT സ്ലിപ്പുകളും എണ്ണി നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ VVPAT സ്ലിപ്പുകൾ എണ്ണി നോക്കുമ്പോൾ കൃത്യമായിട്ട് ഏത് സ്ഥാനാർത്ഥിക്കാണ് ജയം എന്ന് അറിയാൻ സാധിക്കും. പക്ഷേ ആ VVPAT സ്ലിപ്പുകൾ കൃത്യമായിട്ട് തന്നെയാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളാണ് ഉറപ്പാക്കേണ്ടത്. നിങ്ങൾ അലക്ഷ്യമായിട്ട് അതിൽ നോക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമാണ് ആ വോട്ട് പോയത് നിങ്ങൾ അറിയാതിരിക്കെ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത വോട്ട് പാഴായി പോകും. അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാ വോട്ടർമാരും
നിങ്ങൾ ചെയ്യുന്ന വോട്ട് കൃത്യമായിട്ട് അതേപടി തന്നെ വിവിപാറ്റിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ പോളിംഗ് ബൂത്ത് വിടാവൂ. കാരണം നമ്മുടെ ജനാധിപത്യം വളരെ വലിയ അപകടത്തിൽ എത്തി നിൽക്കുകയാണ്. താങ്ക് യു.